നമസ്കാരം. ഒരു രാജ്യം ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണമെന്നും ഒരു രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒരു പ്രധാനമന്ത്രിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുന്ന പ്രധാനമന്ത്രിയാണ് ഒരു രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യവുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ANIക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ നിന്ന് നൂതനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് നമ്മുടെ പ്രതിബദ്ധതയാണ് എന്നും ഞങ്ങൾ പാർലമെൻറ്റിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചുവെന്നും ഞങ്ങളൊരു കമ്മിറ്റി അതിനു വേണ്ടി രൂപീകരിക്കുകയും കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ രാജ്യത്തിന് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് അത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ തങ്ങൾ ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറയുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെയും അദ്ദേഹം കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഞങ്ങൾ ജനിക്കാത്ത കാലത്ത്, നമ്മുടെ പാർട്ടി പോലും ജനിക്കാത്തപ്പോൾ ഈ വിഷയം കോടതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു, ഇതിന് പരിഹാരം കാണാമായിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ്സിന് അത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവുമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. കോടതിയിൽ കേസ് നടക്കുമ്പോൾ പോലും കോടതി വിധി വൈകിപ്പിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നുവെന്നും കോൺഗ്രസ്സിന് ഇത് ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രാമക്ഷേത്രം പണിതപ്പോൾ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നും ആ പ്രശ്നം അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച കോൺഗ്രസിനെയും പ്രധാനമന്ത്രി നിശ്ചിതമായ ഭാഷയിലാണ് വിമർശിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാക്കളെ ED വേട്ടയാടുന്നു എന്ന ആരോപണം അദ്ദേഹം തള്ളിക്കളഞ്ഞു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത ഏറ്റവും കൂടുതൽ കേസുകൾ രാഷ്ട്രീയവുമായി ഒരു ബന്ധമില്ലാത്ത അത്തരത്തിലുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വച്ചു. സത്യസന്ധനായ വ്യക്തിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും എന്നാൽ അഴിമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പാപഭയം ഉണ്ടാകേണ്ടതുണ്ട് എന്നും മോദി പറയുന്നു. സനാതനധർമ്മ വിവാദത്തിലടക്കം അദ്ദേഹം വളരെ കൃത്യമായി പ്രതികരിക്കുകയാണ് ഉണ്ടായത്. സനാതനധർമ്മത്തോടുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അപൂർണമായി തുടരുകയാണ് എന്നും മാത്രമല്ല ഭരണഘടനാ അസംബ്ലിയിലിരിക്കുമ്പോൾ അവരിൽ ഭൂരിഭാഗവും ഗാന്ധിയന്മാരായിരുന്നുവെന്നും അവരിൽ ഭൂരിഭാഗവും കോൺഗ്രസുമായി ബന്ധമുള്ളവരായിരുന്നുവെന്നും ആ ഭരണഘടനയിൽ സനാതനവും ഭാഗമായിരുന്നുവെന്നും മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, DMKക്കെതിരെ കടുത്ത രോഷമുണ്ട് എന്നും ജനങ്ങളിപ്പോൾ BJPയിലേക്ക് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. BJP 5 തലമുറകളിലായി ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തുടർച്ചയായ പ്രവർത്തനം അത് നടന്നു വരികയുമാണ്. കോൺഗ്രസിൽ നിന്ന് ആളുകൾ നിരാശരായപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൽ ആളുകൾ നിരാശരായപ്പോൾ അവർ പ്രാദേശിക പാർട്ടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ആളുകൾ ഇതിൽ നിരാശരാണ്. ഈ സാഹചര്യത്തിൽ അവർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP സർക്കാരിൻ്റെ മാതൃക കാണുകയാണ്. DMKക്കെതിരെയുള്ള രോഷമെന്ന് പറയപ്പെടുന്ന ഇപ്പോൾ BJPയിലേക്ക് നല്ല രീതിയിൽ നീങ്ങാൻ ആളുകളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതായത് തമിഴ്നാട് BJP അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ അടക്കം കൃത്യമായി പ്രശംസിച്ച് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം വളരെ നല്ല നേതാവാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അടുത്ത 25 വർഷത്തേക്ക് ഇന്ത്യയുടെ ഭാവി മെനയുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. 2047 വികസിത് ഭാരത് പദ്ധതിയുടെ പ്രവർത്തനങ്ങളടക്കം കഴിഞ്ഞ 2 വർഷമായി തുടരുകയാണ് എന്നും അധികാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത ടേമിൽ തൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ കർമ്മദിന പരിപാടി പോലും നിശ്ചയിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി. മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്താതിരുന്ന പ്രധാനമന്ത്രി എന്നുള്ള പേരുദോഷമുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം NIക്ക് അത് അനുവദിച്ചിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയുന്നത്. രാജ്യത്തിന് മുന്നിലുള്ള ഏക സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്നും ആ BJPക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇന്നത്തെ പ്രതിപക്ഷത്തിന് ആകില്ല എന്നുകൂടി പറയട്ടെ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന മുദ്രാവാക്യം അത് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പുകൾ 2029 തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അതായത് രാജ്യത്ത് മുഴുവൻ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ അടക്കം ഒരൊറ്റ തിരഞ്ഞെടുപ്പായി നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല സംവിധാനങ്ങളും ഒരിക്കലും വേർതിരിച്ച് കാണേണ്ടതില്ല എന്നും അതേസമയം ഭരണഘടനയെ മാറ്റിവെക്കേണ്ടതല്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഏത് വിഷയത്തിലാണോ രാമജന്മഭൂമി അടക്കമുള്ള രാമക്ഷേത്രമടക്കമുള്ള സനാതനധർമ്മമടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാൻ പ്രധാനമന്ത്രിക്ക് ആകുന്നുണ്ട് എന്നുള്ളതാണ്.
എല്ലാ കാലവും വാർത്താമാധ്യമങ്ങളെ കാണുക എന്നുള്ളതല്ല, കാണുന്ന സമയം വളരെ കൃത്യമായി മാധ്യമങ്ങളോട് കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് കൂടി ആ വാചകങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇങ്ങനെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയും വികസന തത്വങ്ങളും തന്ത്രങ്ങളും അടക്കമുള്ളവ മുന്നോട്ട് വയ്ക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. 2024 തിരഞ്ഞെടുപ്പ് പൂർണ്ണമാകുമ്പോൾ 2024 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ ജൂൺ 4 ശേഷം അധികാരത്തിൽ വരാൻ പോകുന്നത് BJP സർക്കാർ തന്നെയാണെന്നും ആ മൂന്നാം ടേമിൽ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്നും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുവാനുള്ള കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാണ് BJP എന്നും ആ പാർട്ടിയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുവാനും അതിനെ നയിക്കുവാനും കരുത്തുള്ള ഒരു നേതാവും ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള കർമ്മനിരതനായിട്ടുള്ള സാരഥിയുമാണ് നരേന്ദ്രമോദി എന്നും പറയാതിരിക്കാൻ കഴിയില്ല.